മാക്സിമം ഒരു 50 രൂപ രണ്ട് വണ്ടി ഇറക്കാം. ഫുൾ ഓൺ കൊടുത്തുകൂടി വണ്ടി ഫുൾ ഓണിലാണ്, ഡീസലാണ്, 18 മോഡലാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈന്. ഫുൾ ഓണിൽ ക്രിസ്റ്റ 19 രൂപ 1.5 രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഫോർച്യൂണറുകൾ. അതേപോലെ തന്നെ നമുക്ക് ഐക്രോസ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡിലൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിന് വാഹനങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ഓണിലുള്ള SUV നല്ലൊരു ശാഖര. അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് മാക്സിമം ഫുൾ ഓണിലൊക്കെ നല്ല കിടിലൻ വാഹനങ്ങളെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം നോക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കേണ്ട. ഫുൾ ഓണിലൊക്കെ നല്ല മോഡൽ കൂടിയ കിടിലൻ വാഹനങ്ങളായിട്ട് നമ്മളുണ്ട്. ബിഗ്ടോയിലാണ് വന്നിട്ടുള്ളത്. അഫ്സൽക്കാണ് കൂടെ ഉള്ളത്. അഫ്സൽക്ക ഓൺ ഓഫർ മാക്സിമം പൊട്ടിച്ചു കൊടുക്കുക. അതും ഫുൾ ഓണിലുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടായുടെ അത്യാവശ്യം സെൽട്ടോസ് ഉണ്ട്, കെയുടെ കളക്ഷൻസ് ഉണ്ട്, വെന്യൂ ഉണ്ട്, അതേപോലെ ജീപ്പ് കോമ്പസ്, സെൽട്ടോസ്, അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ടയോട്ടയുടെ കളക്ഷൻസ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഒരു വെറൈറ്റി ഐറ്റത്തിൽ നിന്നാണ്. അതിന് മുമ്പായിട്ട് അഫ്സൽക്ക നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേർ റൂട്ടിൽ പാണായി സോദിപ്പടി. അപ്പൊ വീഡിയോയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി അപ്ഡേഷൻ നമ്മളെ പേജും കൂടെ വിട്ടോയുടെ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇന്ന് തവണ നമുക്ക് സിറ്റി ഡ്രൈവിനും ഡെയിലി യൂസിനും ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഇവർ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ MGയുടെ ഒരു കോമറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫുൾ ഓൺ കൊടുത്തുകൂടി വണ്ടി ഫുൾ ഓൺ കൊടുക്കാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2024 മോഡല് സിറ്റി ഡ്രൈവിനൊക്കെ നമുക്ക് പറ്റിയ അത്രയും ഡെയിലി യൂസിന് ഒരു ബൈക്കൊക്കെ മാറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഏകദേശം 200 റേഞ്ച് കിട്ടും. ഇതിന് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? അതെ, ഇത് 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. നിലവിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? വാറണ്ടി കാര്യങ്ങൾ ഇത് നമുക്കൊരു 6:30 കൊടുക്കാം. 6:30 അല്ലേ? അതും ഫുൾ ഓൺ ആണ്. 2024 മോഡല് 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. അടുത്ത് സിറ്റി ആണ്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? 2018 മോഡല്. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ മാനുവൽ ഓണർഷിപ്പ്. അപ്പൊ മൈലേജും നല്ല ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ഏകദേശം 10-24 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ലോങ് ഡ്രൈവിൽ കിട്ടുന്ന ഒരു വാഹനമാണ്. അതും ടൈപ്പ് 4 ആണ് വരുന്നത്. അതെ. എങ്ങനെ കിലോമീറ്റർ പറഞ്ഞ 55,000 കിലോമീറ്റർ 2018. എത്ര രൂപ ചെയ്യാൻ പറ്റും? 90. ലോണ് ഫുള്ളും കൊടുക്കട്ടോ. ലോണ് ഫുൾ ഓൺ തന്നെ 90. അപ്പൊ നമ്മൾ ഫുൾ ഓണിലാണ്, ഡീസലാണ്, 18 മോഡലാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഫുൾ ഓൺ കേട്ടോ. എനിക്ക് ഇവിടെ ഒരു സെൽട്ടോസ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിലും SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ 54,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. അപ്പൊ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജും നമുക്ക് ഒരു പ്രവാസികളെ സംബന്ധിച്ച് കുറഞ്ഞ ഓട്ടങ്ങളിലും വീട്ടിലേക്ക് നിർത്തി പോകാനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുക്കാം അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതൊരു 9.85 കൊടുക്കാം. അപ്പൊ അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില് ലോൺ ഫുൾ കൊടുക്കട്ടോ. ഫുൾ ലോണില് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഫുൾ ബ്ലാക്കിൽ സൺറൂഫ് അടക്കം വരുന്ന ഒരു സെൽട്ടോസ്, അതും ഫുൾ ഓൺ കേട്ടോ. അടുത്തൊരു ജീപ്പ് കോമ്പസ്. എങ്ങനെയായിരുന്നു മോഡല് കാരണം? 2019 മാനുഫാക്ചറിംഗ്, 20 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 84,000 കിലോമീറ്റർ. 84,000 കിലോമീറ്റർ. സ്പോർട്സ് പ്ലസ് പെട്രോൾ മാനുവൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് അല്ലെ? കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്ക് 8,90 ഫുൾ കൊടുക്കാം. അപ്പോ 8,90,000 രൂപക്കാണ് ഈ ഒരു വാഹനം. അതും 19-20 രജിസ്ട്രേഷൻ ഉണ്ട്. ഫുൾ ഓണ് 8,90. അടുത്ത ഒരു വെന്യൂ ആണ്. വെന്യൂ നമ്മൾ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെക്കൻഡ് ജെൻ ആണ്. അതിന്റെ തന്നെ LN എന്ന സ്പെഷ്യൽ എഡിഷൻ ആണ് അല്ലെ? ഓട്ടോമാറ്റിക് ആണോ മാനുവൽ? ഓട്ടോമാറ്റിക്കല് ഏറ്റവും ടോപ്പ് ലോഡിൽ സ്പെഷ്യൽ എഡിഷൻ. നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഡിഷൻ ആണ് വരുന്നത്. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. പോളോ ഒക്കെ നോക്കി നടക്കുന്നവർക്ക് SUV ടൈപ്പില് ആ ഒരു പെർഫോമൻസിൽ നല്ലൊരു കിടിലൻ വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 30,000 താഴെ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? ഓണർഷിപ്പ് സിംഗിൾ. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് 9 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 9 ലക്ഷം രൂപ ഫുൾ ഓൺ കേട്ടോ. അടുത്ത ഒരു ഫസ്റ്റ് ജനറേഷൻ വെന്യൂ നോക്കി നടക്കുന്നവർക്ക് ഒരു അടിപൊളി കളറിൽ അല്ലെങ്കിൽ കിടില ഐറ്റം വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്, അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. മൈലേജ് 18-20 എന്തായാലും കിട്ടൂല. കൺഫേം ആണ്. 20 മോൾക്ക് തന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. കിലോമീറ്റർ എങ്ങനെ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 54,000 ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് 780 കൊടുക്കാം. 780 ഫുൾ കൊടുക്കാം. 780 അത് ഫുൾ ഓൺ കേട്ടോ. അതെ. എഗെയിൻ വീണ്ടും നമുക്കൊരു ബ്ലാക്ക് തന്നെ സെൽട്ടോസ് ആണ്. അത് GT ലൈനില്ല. അതെ. അത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 2020 പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 20 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 20 മോഡൽ. എത്ര പൈസ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്കൊരു 10,70,000 രൂപ കൊടുക്കാം. 10,70,000 ഒരു ബഡ്ജറ്റ് പ്രൈസിന് തന്നെ ലോൺ ഫുൾ കൊടുക്കട്ടോ. ഫുൾ ലോണും ഉണ്ടാവും. GT ലൈൻ ആണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ലോണും ഉണ്ടാവും. 10 സംതിങ്ങിന് അല്ലേ? അടുത്ത് ഞാൻ അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് 2019 മോഡൽ GT ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? 194 ഓടിക്കുന്ന ഏറ്റവും സെറ്റ് ഷോറൂം ഹിസ്റ്ററി എല്ലാം ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള എല്ലാം വെക്കാം. അപ്പൊ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട്. പെട്രോൾ 10 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. അപ്പൊ അതാണ് ഹൈലൈറ്റ് അല്ലേ? GT ലൈൻ ആണ്. സീറ്റ് വെന്റിലേഷൻ അടക്കം സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇത് അതും ഡീസൽ ഓട്ടോമാറ്റിക്കില് ഉള്ള പ്രൈസിൽ 10,80 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈന്. അടുത്തൊരു മഹീന്ദ്രന്റെ SUV 300 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് 65,000 കിലോമീറ്റർ. ഡീസലാണോ ഓട്ടോമാറ്റിക്കും ആണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാല്യൂ ഫോർ മണിയാണ് അല്ലേ? അത്യാവശ്യം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിലോ ഡീസൽ ഓട്ടോമാറ്റിക് പ്ലസ് സൺറൂഫ് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 780 കൊടുക്കാം. ലോൺ ഫുൾ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന്റെ SUV ഉണ്ടാവും. അത് ഡീസലാണോ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഫുൾ ലോണില് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ വണ്ടിയില്ല. ഓൾട്ടീസ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡല് 85,000 കിലോമീറ്റർ റീവൈസേഷൻ ആണ്. കറക്റ്റ് ഷോറൂം സർവീസ്. ഒരു ക്വാർട്ടർ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ല. അത്രയും നമുക്ക് റീവണ്ടി ആണെങ്കിൽ ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി വരാൻ പറ്റുന്ന ഒരു വണ്ടി. 6,90,000 രൂപ കൊടുക്കാം. 6,90,000 അല്ല കോസ്റ്റ് അലോയ് ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. നമുക്ക് 6,90,000 നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു $1,000 ലോൺ. ടയോട്ട ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ അതാണ് 1,500 രൂപ സുഖമായിട്ട് വണ്ടി വരാം. അടുത്തൊരു ഹോണ്ടയുടെ അമേസ് ആണ്. അത് നമുക്ക് ആസ്പനാർക്കറ്റ് അലോയ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് മോഡൽ 2019 ഡീസൽ ഓട്ടോമാറ്റിക്. 140 ഓട്ടം. 7,40,000 രൂപ കൊടുക്കാം. 70,000 നമുക്ക് ഇറക്കട്ടോ വണ്ടി ഇറക്കാം. അപ്പൊ ഡെയിലി യൂസിന് നമുക്ക് ഓട്ടോമാറ്റിക് വേണം, മൈലേജ് കിട്ടുന്ന ഒരു വാഹനം വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് പിന്നെ 10,000 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇനി ഒരു എലൈറ്റ് i20 എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡല് 16 മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 1 സംതിങ് ഓട്ടം. 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപക്ക് ഒരു 50 റുപ്യ ഇറക്കാം. നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ ഡീസൽ വണ്ടി തന്നെയല്ലേ? ഡീസൽ വണ്ടി. അപ്പൊ നല്ല മൈലേജും ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് ഒരു വണ്ടി ഉണ്ടാവും. ഫുൾ ഓൺ ചെയ്താൽ വേണ്ടോ? ഒരു 50,000 റുപ്യ ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു സിറ്റി തന്നെയാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? CVT ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം. ചെറിയ ബഡ്ജറ്റില് സിറ്റി ഒക്കെ വേണ്ടവർക്ക് അത് ഓട്ടോമാറ്റിക് വണ്ടി ബെസ്റ്റ് പ്രൈസിന് ഫുൾ ഓൺ 4 റുപ്യ ലോൺ ചെയ്യാം. 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഉണ്ടാവും. CVT ഓട്ടോമാറ്റിക്. അടുത്ത തവണ ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് നോക്കുന്നവർക്ക് ഒരു ഹോണ്ടയുടെ മൊബിലിയോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 220 ഓടിയിട്ടുണ്ട്. 4,40,000 രൂപ കൊടുക്കാം. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഡീസലാണ്. കറക്റ്റ് സർവീസ് ആണ്. 4,40,000 മാക്സിമം ഒരു 50 റുപ്യ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത 2 കിടിലൻ സ്വിഫ്റ്റുകളാണ്. 2 വെറൈറ്റി മോഡലുകളാണെന്ന് തന്നെ പറയാം. കാരണം 2 ഓട്ടോമാറ്റിക് ആണ്. ഒന്ന് ഡീസലാണ്, ഒന്ന് പെട്രോൾ ആണ് അല്ലേ? ഇത് ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 22-23 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡൽ 19 റേസർ. ഒറിജിനൽ കേരള വണ്ടി ഇല്ല, നമ്പർ ആയ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് സംതിങ് കറക്റ്റ് സർവീസ് ആണ്. അപ്പൊ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 5,60 കൊടുക്കാം. 5,60 കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി 50,000 റുപ്യ വണ്ടി ഇറക്കാൻ പറ്റില്ല. ഞാനൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെന്നുള്ള 2022 മോഡല് 22 മോഡല് ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്റർ ഓടി. ഓക്കെ. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 6,90 കൊടുക്കാം. 6,90. ഏകദേശം എത്ര രൂപ? 50 റുപ്യ സുഖമായിട്ട് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ
ഡീസലിൽ ഓട്ടോമാറ്റിക് കാണുന്നവർക്കും ഉണ്ട്, പെട്രോളിൽ ഓട്ടോമാറ്റിക് കാണുന്ന സ്വിഫ്റ്റ് നമുക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. മാക്സിമം ഒരു 50 രൂപ 2 വണ്ടി ഇറക്കാം. അടുത്തൊരു എക്സ്റ്റർ വൈറ്റ് ഫിനിഷിംഗ് ആണ്, ഡുവൽ ടൂൺ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2024 മോഡല്, 8000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓ 8000 കിലോമീറ്റർ ഓടിയിട്ടില്ല എന്ന് പറയാം. അതെ. ഇത് എത്ര നമുക്ക് 560 എടുക്കാം. 560 ലോൺ ഫുൾ എടുക്കാം. ഫുൾ ഓൺലൈൻ നമുക്ക് ഇറക്കാം 560 കേട്ടോ. അവിടെ നമുക്ക് 2 നെക്സോണുകൾ വരുന്നുണ്ട്. രണ്ട് വെറൈറ്റി കളേഴ്സ് ആണ്. 2018 മോഡല്, അന്നത്തെ ടോപ്പ് എൻഡ്, അന്ന് സൺറൂഫ് വരില്ല. ഓക്കെ. കട്ടുകള് ഇത് നമുക്കൊരു 460 കൊടുക്കാം. ലോൺ ഫുൾ കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്യാം. അപ്പൊ സേഫ്റ്റിയുടെ കാര്യം നോക്കണ്ട, അത്രയും പക്കായിട്ടുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഞാനൊരു ഡാർക്ക് എഡിഷൻ വരുന്നുണ്ട്, അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡല്, 30,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 8,90,000. 890 ഫുൾ ഓൺ ലോൺ ഫുൾ കൊടുക്കാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡാർക്ക് എഡിഷൻ ആണ്, സൺറൂഫ് വരുന്നുണ്ട്, ബഡ്ജറ്റ് പ്രൈസ് ആണ്, സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ 2 നെക്സോണുകൾ ഉണ്ട്, 2 നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ആ ഫ്രണ്ട്സ് നമ്മളുണ്ടായിരുന്നത് വിക്ടോയിലാണ്. അടുത്തൊരു പാർട്ട് കൂടി വരാനൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വില കുറച്ചിട്ടുള്ള ഒരു ഫുൾ ഓണിലൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതാണ് ഫുൾ ഓണിലൊക്കെ നമുക്ക് ഇതാണ് അത്യാവശ്യം വലിയ വാഹനങ്ങൾ ചെറിയ പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്ക് ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, SUകളുണ്ട്, സെഡാനുകളുണ്ട്. അങ്ങനെ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ വിക്ടോയിലായിരുന്നു, ലൊക്കേഷൻ ഒന്ന് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിരുന്നു വീണ്ടും കാണാം. റിയാസൻ അഫ്സൽക സൈനിങ് ഓഫ്.